സംഭവിക്കുക, അവർ ദൈവങ്ങളുടെ പൂജയിലേക്ക് തിരിച്ചു പോകും, അവർക്കുമേൽ ഖിയാമത്ത് സംഭവിക്കും. ഖിയാമത്തിന്റെ തൊട്ടു മുമ്പത്തെ അവസ്ഥ വരെ ഈ സമുദായത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം ഈ ശിക്ഷ വരുന്നത് മുഴുവൻ മരിച്ചിട്ടാണ്. ലാത്തിൻ ഉസ്സന്റെ വിവാഹത്ത് മുസ്ലിമിൽ വരുന്നല്ല, എല്ലാ മൂന്നിനും മരിച്ചിട്ട് ഖിയാമത്തിന്റെ കേരം മുടങ്ങേണ്ട ജനത, ചണ്ടി ജനത, കെട്ട ജനത, അവരുടെ മേൽ ലാത്തയുടെ പൂജ വരുന്നു പറഞ്ഞ കൂട്ടത്തിൽ ഔലിയാക്കന്മാരെ പൂജിക്കുമെന്നോ അമ്പിയാക്കളെ വിശ്വാസം നടത്തുമെന്നോ വലിയ തകനെ ചെയ്യുന്നോ എന്ന് അള്ളാന്റെ റസൂൽ പറയമാണ്. ഇത് പറയാൻ ഇവരെ അള്ളാന്റെ റസൂൽ നോക്കിക്ക്, അതോ പുതിയ വഹ്യ് വല്ലതും ഇവർക്ക് ഇറങ്ങിയോ? മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിദഗ്ധവാദത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ചുരുക്കത്തിൽ ശിർക്ക് എന്ന് പറയുന്നത് കേവലം വിശ്വാസപരമാണ്. തൗഹീദിന് വിരുദ്ധമായ വിശ്വാസത്തിനാണ് ശിർക്ക്. ഏക ദൈവത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ദൈവം അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്ന തൗഹീദ്. ദൈവത്തിന്റെ എന്തെങ്കിലും അംശം, ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു ഇബാദത്തിനും പൂജക്കും ആരാധനക്കും അർഹത അല്ലാഹുവിന് മാത്രമുള്ളത് ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിലാണ് ശിർക്ക്. അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ശിർക്ക് രചിച്ചത്. ഇന്നും ഇന്നലെയുമുള്ള നിർവചനമല്ല. ഈ വിശ്വാസവാദികളൊക്കെ വന്ന കാലത്തും അതിനു മുൻപിലുള്ള നമ്മുടെ ഇമാമുകൾ ധരിച്ചാണ് ശിർക്കിന്റെ നിർവചനം. എന്താ നിർവചനം? ഇസ്ബാത്തു ശരീക്കില്ല, അല്ലാഹുവിലേക്ക് ഷെയറുകാരനെ വിശ്വസിക്കുക. പോലെ പോലെയുള്ള ഒരു ദൈവമുണ്ടെന്ന് കമലിച്ചു. മജൂസികളിലെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ലതിനും നേരത്തിനുമൊക്കെ ഒരു ദൈവം, കെടുതികളും ധാർമാനുഭവം കൊണ്ട് വേറൊരു വിശ്വസിച്ചേ പോലെ വിശ്വസിച്ചാൽ എന്ന് ദൃഢമായി വിശ്വസിച്ചാലും മതി, തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് വിശ്വസിച്ചാലും മതി, അന്ധമായ അനുകരണം കൊണ്ട് വിശ്വസിച്ചാലും മതി. കമാലി അബദത്തിൽ ഔസാൻ, കാലാകാലങ്ങളിലുള്ള വിഗ്രഹാരാധകന്മാർക്ക് ഇതാണ് സംഭവിച്ചത്. അവരുടെ ബുദ്ധിജീവികൾ ന്യായം കണ്ടെത്തും ക്ഷേത്ര ദർശനത്തിന്, ക്ഷേത്ര ദൈവങ്ങൾക്ക്. പക്ഷേ ആ ക്ഷേത്ര ദൈവങ്ങൾക്ക് ബുദ്ധിജീവികൾ കാണുന്ന ന്യായം അധോജീവികൾ കാണൂല, സാധാരണ ജനങ്ങൾ അറിയൂല. അവർക്കവരുടെ കുലദൈവങ്ങളാണ്, അവർക്കവരുടെ പരമ്പരാ ദൈവങ്ങളാണ്, അവർക്കവരുടെ മതദൈവങ്ങളാണ്, അവർക്കവരുടെ സംസ്കാര ദൈവങ്ങളാണ്. അത്തരം ദൈവങ്ങളിൽ വിശ്വസിച്ചാലും അതിന് ഇബാദത്തിന്റെ അർഹതയുണ്ട്, പൂജയുടെ അർഹതയുണ്ട്. ഇത് വിശ്വസിച്ചാൽ ശിർക്കായി. കമാലി അബദത്തിൽ ഔസാൻ, വിഗ്രഹാരാധകരുടെ ശിർക്ക് അധികവും ഇങ്ങനെയാണ്. ഈ രണ്ടു തരത്തിൽ വിശ്വസിക്കുന്നതല്ലാതെ ശിർക്കെന്ന് പറയില്ല. കുഫറാണെങ്കിൽ പ്രവൃത്തി കൊണ്ടുവരാം, പക്ഷേ യഥാർത്ഥ കുഫറല്ല. നമ്മൾ കാഫിറെന്ന് വിധിയെങ്കിലും പ്രവൃത്തി കൊണ്ട്, കരുത്ത് കൊണ്ടുവരാം കുഫർ, വാക്ക് കൊണ്ടുവരാം കുഫർ. ശിർക്ക് അങ്ങനെ വരില്ല. ഇവിടെ കുഫർ വരുന്നത് പോലെ യാവതിങ്ങളെ എന്ന് പറഞ്ഞപ്പോ വാക്കുകൊണ്ട് ശിർക്ക് വന്നു എന്ന് പറയുന്നവർ ശിർക്കിനെ പഠിച്ചിട്ടില്ല. മേലിൽ അത് പഠിക്കേണ്ടിയിരിക്കുന്നു, നിർവചനമായും ഖുർആൻ കൊണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങും. ദൗർഭാഗ്യവശാൽ തെറ്റിദ്ധാരണ കൊണ്ട് ഈ കഴിഞ്ഞു കാണപ്പെട്ട മുഅ്മിനീങ്ങളെയും ഔലിയാക്കളെയും മുഴുവൻ ശിർക്കിലേക്ക്, അവർ അനുവദിച്ചതും അംഗീകരിച്ചതും ആരിഫീങ്ങൾ നടപ്പാക്കിയതുമായ മുഴുവൻ നടപടികളും ബുദ്ധിമുട്ടുന്ന സമയത്ത് ഔലിയാക്കളുടെ മസാറുകൾ പോയി അവരുടെ മുമ്പിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റുപറയുക. അവരോട് പറഞ്ഞു അവരെ കൊണ്ട് തവസ്സുൽ ചെയ്തു, അവരോട് തന്നെ നേരിട്ട് പറഞ്ഞുള്ള ശിഷ്യായി നടത്തി. ഏത് നിലയിൽ നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മുമ്പിൽ കാര്യങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആണല്ലോ നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസപ്രകാരം പറയുന്നതിനോ ദുആ ചെയ്യാൻ പറയുന്നതിനോ കാര്യം അവർക്ക് ഏതെങ്കിലും വിധത്തിൽ സാധിപ്പിച്ചു തരാൻ കഴിയുമെങ്കിൽ അങ്ങനെ സാധിച്ചു വാങ്ങുന്നതിനോ, ഏതെങ്കിലും ശുപാർശ കൊണ്ട് കഴിയുമെങ്കിൽ അതിനോ, ഇനി അവരറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാനിച്ച് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ആവിധമുള്ള ഇസ്തിശ്വാഓ നമ്മൾ നടത്തുന്നത് ശിർക്കല്ല, അത് ശിർക്കിന്റെ ലാഞ്ചനയില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിൽ കണ്ടിട്ടുമില്ല, പ്രവചിച്ചിട്ടുമില്ല, അതിനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസുമില്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ 75 കൊല്ലത്തെ ഞങ്ങളുടെ പരിശ്രമം ഈ ശിർക്കിനെ ചാടനം ചെയ്യാനാണ്, ഈ ശിർക്കിനെ വിപാടനം ചെയ്യാനാണ്
ഇന്ന് പെരുമ്പറയടിക്കുന്നവർ നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നത്, നിഴലെയാണ് ഖണ്ഡിക്കുന്നത്, നിഴലിനാണ് തല്ലുന്നത് എന്ന് മേലെങ്കിലും ഓർക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.